പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മഹത്വം കരയേറ്റുന്ന നല്ല സമയം. എൻ്റെ പ്രിയമുള്ളവരെ, അഭിസംബോധനയിൽ കർത്താവ് എനിക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എക്കാലത്തും എല്ലാ മനുഷ്യൻ്റെ നേരെയും പ്രതിസന്ധികളുണ്ട്, വൈരികളുണ്ട്. വൈരികൾ നിമിത്തം കഷ്ടപ്പെടുന്നവരുണ്ട്. വൈരികൾ നിമിത്തം വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ തകർന്നു പോയവരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നു, വൈരികളെ മെതിച്ച് കളയുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി നാം പ്രാപിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 12-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ കാലത്തും പല വിധത്തിലുള്ള വൈരികളുണ്ട് നമുക്ക്, പല വിധത്തിൽ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ദാനിയേലിന്റെ ലൈഫിലേക്ക് ഒന്നെടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു, തൻ്റെ ലൈഫിൽ തന്നെ ഇല്ലായ്മ ചെയ്ത് കളയാൻ, തന്നെ നശിപ്പിച്ച് കളയാൻ തൻ്റെ കൂടെ കുറച്ചുപേര് കൂടുന്നുണ്ട്. താൻ പ്രാർത്ഥിക്കുന്നതിന് കുറ്റം കണ്ടുപിടിക്കുന്ന, താൻ തന്നെ ദൈവത്തോട് ആരാധിക്കാൻ കടന്നു പോകുമ്പോൾ അതിനെ കുറ്റം കണ്ടുപിടിക്കുന്ന അങ്ങനെയുള്ള വൈരികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ വൈരികൾ. എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്റെ നേരെ ഇങ്ങനെയുള്ള വൈരികളുണ്ട്. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഹൃദയങ്ങളിൽ ഈ സന്ദേശ വാക്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിന് നേരെ ആത്മീക ഭൗതിക മേഖലകൾക്കും നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന വൈരികളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വൈരികൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്തും നിങ്ങളുടെ കണ്ണുമുമ്പിൽ നിങ്ങളുടെ ചിന്തകളിലേക്ക് ഓടി വരും. എൻ്റെ ഭാവിയെ നശിപ്പിച്ചു കളഞ്ഞ, എൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്ത, എൻ്റെ സമാധാനത്തെ നശിപ്പിച്ചു കളഞ്ഞ, എൻ്റെ സ്വസ്ഥത ഇല്ലായ്മ ചെയ്തു കളഞ്ഞ പല മാനുഷിക വൈരികളും പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവം തരുന്നൊരു വലിയ ഉറപ്പാണ്, നാം നമ്മുടെ വൈരികളെ മെതിച്ചു കളയാൻ ഇറങ്ങണ്ട. നാം നമ്മുടെ വൈരികൾക്ക് നേരെ തിരിയണ്ട. നമുക്ക് വേണ്ടി നമ്മുടെ വൈരികളെ മെതിച്ചു കളയാൻ പ്രാപ്തനായ, പ്രാപ്തിയുള്ള, സർവശക്തനായ ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. പ്രതികാരം ചെയ്യുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. എന്നാൽ എല്ലാ കാലത്തും കഷ്ടതയിലൂടെയും എല്ലാ കാലത്തും പ്രതികൂലങ്ങളിലൂടെയും എല്ലാ കാലത്തും പലരുടെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ വേദനിപ്പിക്കുന്നവനല്ല ദൈവം. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ തന്റെ ലൈഫിൽ മുതലെടുത്തൊരു വൈരിയുണ്ട്. അത് സിംഹക്കുഴിയിൽ ഇട്ട് തന്റെ ജീവനെ അപഹരിച്ചു കളയണമെന്നാണ് ചിന്തിച്ചത്. പ്രൈസ് ഗോഡ്. ചിലരുടെ ജീവന് നേരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ചില വൈരികൾ എഴുന്നേൽക്കും. നിന്റെ ജീവനെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്റെ കുടുംബത്തെ ഞാൻ കാണിച്ചു തരാം, നീ നശിച്ചു പോകും, നീ ഇല്ലാതായി പോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ചില വൈരികളുടെ വാക്കുകളുണ്ട്. ആ വാക്കുകൾ കേട്ട് വാടി വഴുതി വീണു പോകാനല്ല, അതിൻ്റെ നടുവിൽ ശടകുടഞ്ഞെഴുന്നേൽക്കാൻ, കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിക്കാൻ വചനം പറയുന്നു, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ വീര്യം പ്രവർത്തിക്കുമെന്നല്ല, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കണം. എങ്ങനെയാണ്? മിണ്ടാതിരിക്കുന്നിടത്ത് മിണ്ടാതിരിക്കണം. പ്രതികരിക്കേണ്ട സമയത്ത് നാം പ്രതികരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. നാം മിണ്ടാതെ ഇരിക്കുന്നിടത്ത് നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന, നാം സൈലന്റ് ആയിരിക്കുന്നിടത്ത് നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് തിരിച്ചറിയണം. നമുക്ക് മുറിവേൽക്കുന്ന തരത്തിൽ, നമ്മെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ, നാം ഉന്മൂലനാശം വരുന്ന തരത്തിൽ നമുക്കെതിരെ ആരൊക്കെ കൂട്ടം കൂടിക്കോട്ടെ, ആരെയൊക്കെ സ്തോത്രം കൂട്ടുപിടിച്ചോട്ടെ, അതിൻ്റെ നടുവിൽ നാം പ്രവർത്തിക്കാൻ നിൽക്കരുത്. നാം അവർക്കെതിരെ തിരിയാൻ നിൽക്കണ്ട. പകരം ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരുന്ന്, അപ്പാ എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ, എൻ്റെ വിഷയങ്ങളുടെ മേൽ അങ്ങൊന്ന് ഇറങ്ങി വരണമേ എന്ന് വളരെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? വചനം പറയുന്നു, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. അടുത്ത പദം പറയുന്നു, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. ഏതാ പ്രിയപ്പെട്ടവരെ? നമ്മുടെ സ്വസ്ഥതയെ കെടുത്തിക്കളഞ്ഞ,
തലമുറയുടെ ഭാവിയെ നശിപ്പിച്ചു കളഞ്ഞ വൈരി, സ്തോത്രം, ഞാൻ കാണിച്ചു തരാമെന്ന് വെല്ലുവിളി ഉയർത്തിയ വൈരി ഏതാണ്? അതിൻ്റെ നേരെ നാം തിരിയണ്ട. നമുക്ക് വേണ്ടി തിരിയുന്ന, നമുക്ക് വേണ്ടിയ വൈരികളെ മെതിച്ചു കളയുന്ന ഒരു കരം ചലിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിന്റെ ആത്മാവിൽ, ദൈവവചനം പറയുന്ന ആത്മാവിൽ നാം ഇടപെട്ടു തുടങ്ങിക്കോ. നാം മുൻപോട്ട് പോക്കോ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസത്തോടെ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മെ സന്തോഷം കെടുത്തിക്കളഞ്ഞ പല മേഖലകൾ കാണും. കുടുംബത്തെ താറുമാറാക്കി കളഞ്ഞ ചില മേഖലകൾ കാണും. അതിനെ നോക്കി പ്രതികരിക്കാൻ നിൽക്കണ്ട. വളരെ പുഞ്ചിരിയോടെ എനിക്ക് വേണ്ടി വൈരികളെ മെതിച്ചു കളയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇനി സന്തോഷിക്കാൻ പോകുന്ന സമയമാണെന്ന് എത്ര പേർക്കാർ അതരം ഉയർത്തി പറയാൻ കഴിയും? പ്രിയമുള്ളവരെ, നാം പ്രതികരിക്കാൻ പോകണ്ട. നാം പ്രതികരിക്കണ്ട. നമുക്ക് വേണ്ടി പ്രതികരിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നൊരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, കർത്താവേ, ഞാൻ പ്രതികരിക്കത്തില്ല, പക്ഷെ ഞാൻ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് എത്ര പേർക്ക് അതരം തുറന്ന് പറയാൻ കഴിയും? നിങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ വൈരികളെ നിങ്ങൾ മെതിക്കണ്ട. നിങ്ങളുടെ വൈരികളുടെ നേരെ നിങ്ങൾ തിരിയണ്ട. നിങ്ങളുടെ വൈരികൾക്ക് എതിരെ നിങ്ങൾ ഒരു വാക്കുപോലും മിണ്ടണ്ട. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവ്വവല്ലഭനായ ഒരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും കർത്താവിന്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.